നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു നോമ്പ് കാലത്തിലേക്ക് സഭ പ്രവേശിക്കുകയാണല്ലോ. 40 ദിനങ്ങൾ സഭയുടെ പൂക്കാലമാണ്. ജീവിതത്തിൽ ദൈവ സന്നിധിയിൽ നിന്നും ദൈവബന്ധങ്ങളിൽ നിന്നും അകന്നു പോയവർക്ക് വീണ്ടും മടങ്ങി വരുവാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് നോമ്പ് ദിനങ്ങൾ. അതുമായി ചേർത്ത് തന്നെ ഈ ദിവസങ്ങളിൽ ദക്ഷിണ കേരള മഹായിടവക ബോർഡ് ഫോർ യൂത്ത് വർക്കിൻ്റെ നേതൃത്വത്തിൽ ദക്ഷിണ കേരള മഹായിടവകയിലെ വിവിധ സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 40 യുവാക്കൾ വരുന്ന ദിവസങ്ങളിൽ ഈ നോമ്പ് ധ്യാന വിചാരത്തിലൂടെ നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ട്. തുടർന്ന ദിവസങ്ങൾ ധ്യാനപൂർണമായി ദൈവത്തോട് ചേർന്ന് നമുക്ക് നടക്കാം. പ്രത്യേകിച്ച് ഇന്ന് ചാമ്പൽ ബുധനിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നോമ്പിലേക്ക് കടക്കുകയാണല്ലോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ് ഈ ദിനത്തിൽ ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മനുഷ്യ, നീ മണ്ണാകുന്നു, ആ മണ്ണിലേക്ക് നീ മടങ്ങിച്ചേരും. നമ്മുടെ ജീവിതങ്ങളിലും നാം ആയിരിക്കുന്ന മേഖലകളിൽ നാം നമ്മെ തന്നെ വിനയപ്പെടുത്തുന്ന, ശുദ്ധീകരിക്കുന്ന ഒരു ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറ്റപ്പെടണം. വിശേഷിച്ച് നമ്മുടെ അഹന്തകൾ, അഹങ്കാരങ്ങൾ, കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സകല സാഹചര്യങ്ങളെയും ഒന്ന് പുനർവായനയിലൂടെ ഒന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് വീണ്ടും നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് നോമ്പ് അർത്ഥപൂർണമായി തീരുന്നത്. നമ്മുടെ പുറംമോടികളിലുള്ള ശുദ്ധിയേക്കാളുപരി നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവത്തോട് ചേർത്ത് ശുദ്ധീകരിക്കുമ്പോഴാണ് നോമ്പ് അനുഗ്രഹമായി തീരുന്നത്. വരുന്ന 40 ദിവസങ്ങളിലെ നോമ്പ് വിചാരങ്ങൾ നമ്മുടെ ജീവിതങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് 40 ദിവസങ്ങൾ നോമ്പ് വിചാരങ്ങളിലൂടെ മുന്നേറാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.